ഇന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതലുള്ള ഭാഗങ്ങളെക്കുറിച്ച് അല്പകാരം ചിന്തിക്കും. ഫേസ്ബുക്കിൽ കണ്ട ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നമ്മൾ വിചിന്തനം ചെയ്തത്. ചോദ്യം: ജീവിത വിജയം ആത്മീയമായി എങ്ങനെ അർത്ഥമാകും എന്നാണ്. ജീവിത വിജയം ഭൗതികമായി അർത്ഥമാക്കുന്ന അനേകരും അങ്ങനെ തന്നെയാണ്. ഭൗതിക ജീവിതത്തിൽ പൂർണ്ണത കണ്ടെത്തുക, ഇങ്ങനെ ഭൗതിക ജീവിതത്തിൽ പൂർണ്ണത കണ്ടെത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു ഉപമാരൂപത്തിലുള്ള ലേഖനമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒരു ഉപമയും അവനോട് പറഞ്ഞത്: ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയുമെല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കാം, തിന്നുക, കുടിക്കാം, ആനന്ദിക്കാം എന്ന് പറയും. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ഭൗമിക ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യരുടെയും പ്രയത്നം. ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഏത് വഴികളും മനുഷ്യൻ സ്വീകരിക്കുന്നു. അങ്ങനെ ഭൗമിക ജീവിതത്തിൽ അടിസ്ഥാനവും പൂർണ്ണതയും കണ്ടെത്തിയ ആളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. അപ്പോൾ കളപ്പുരകൾ പണിത് വലുതാക്കി ഏറിയ നാളുകളിലേക്കുള്ള സമ്പാദ്യം അദ്ദേഹം സ്വരൂപിച്ചു. അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയ വസ്തുവകളെല്ലാം സ്വരൂപിച്ചു. ജീവിത വിജയം കണ്ടെത്തിയ ആളാണ്. അദ്ദേഹം പറയുന്നു, ഇനി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആശ്വസിക്കുക, ഇനിയൊന്നും പ്രവർത്തിക്കാനില്ല എന്നാണ്. ഈ വിഭവങ്ങളെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിച്ചാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ദൈവം ഈ ധനവാനോട് ചോദിക്കുന്നു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ആ ചോദ്യം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ഈ സമ്പാദ്യങ്ങളെല്ലാം വിട്ട് മരണത്തിൻ്റെ ശൂന്യതയിലേക്ക് പോകുന്ന ഒരവസ്ഥ, അത് വളരെ ദുഃഖപൂർണമാണ്. അപ്പോൾ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ചയും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ ധനവാന്റെ ഭാഗത്ത് ഉണ്ടായില്ലെന്നാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം ചിന്തിക്കുമ്പോൾ ഭാവി ജീവിതത്തെ സംബന്ധിച്ച്
എന്തെങ്കിലും പ്രത്യാശയുള്ളവരെ ബാധിക്കുന്ന വിഷയം. അങ്ങനെയുള്ള ഭാവി ജീവിതത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഈ ഉപമകളൊന്നും പ്രയോജനപ്പെടുന്ന. അപ്പോൾ കർത്താവ് പറയുന്നു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകും. അപ്പോൾ ഈ ഭൗതിക ധനം സമ്പാദിക്കുന്നതിനോടുകൂടെ തന്നെ ദൈവ വിഷയമായി സമ്പന്നനും ആകണം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് വിധത്തിലുള്ള പൂർണ്ണത കൈവരിക്കാൻ കഴിയും, ജീവിത വിജയം കൈവരിക്കാൻ കഴിയും എന്നാണ്. ഇപ്പോൾ ധനവാനും ദരിദ്രനും, വലിയവനും ചെറിയവനും, പ്രവർത്തിക്കുന്നവനും പ്രവർത്തിക്കാത്തവനും എല്ലാം മരണം വഴിയായി കടന്നു പോകേണ്ട സാഹചര്യം അവിടെ ഉള്ളത്. അപ്പോൾ ആത്മീയമായി സമ്പന്നനാകണമെന്നാണ് കർത്താവ്. ദൈവ വിഷയമായി സമ്പന്നനാണ്. ഇതും വലിയൊരു വിഷയം തന്നെയാണ്. ദൈവവിഷയമായി സമ്പന്നനാകുക എന്നുള്ളത് അത് വളരെ ശ്രമകരമായ കാര്യം തന്നെയാണ്. അനേക മതങ്ങൾ, പ്രസ്ഥാനങ്ങളെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലുണ്ട്. പക്ഷേ ദൈവവിഷയമായി സമ്പന്നനാകാൻ തക്ക വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് 100% തെളിയിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ പ്രത്യേകത മനുഷ്യൻ്റെ ബുദ്ധിയിലും യുക്തിയിലും എത്തുന്ന ഏത് ചോദ്യങ്ങൾക്കും വിശുദ്ധ വേദപുസ്തകം മറുപടി പറയുന്നു എന്നുള്ളതാണ്. അതിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു ചോദ്യങ്ങളും ചോദിക്കുവാൻ ഈ സൂര്യന് കീഴെ ഒരുത്തനും ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കുന്നു എന്നാണ്. തീ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചുറ്റിക പാറയെ തകർക്കുന്നു. അനേകം അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നിലനിൽക്കുന്ന സമൂഹമാണ് ഇവിടെ. അതിനെല്ലാം തകർത്ത് കളയാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അങ്ങനെ ആ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവ വിഷയമായി സമ്പന്നനാകാൻ തുടങ്ങുന്നതെന്നാണ്. പിന്നെ കർത്താവ് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞത്, പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നതെന്നാണ്. ഞാൻ പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ്. ഈ അറിവും ദൈവിക വിഷയമായി സമ്പന്നനാകുന്നതിൻ്റെ ഒരു വലിയ ഘടകമാണ്. ഇന്ന് ക്രൈസ്തവ മണ്ഡലങ്ങളിൽ ഇല്ലാത്ത ഒരു അറിവും ഈ അറിവാണ് ഇല്ലാത്തത്. യേശു ദൈവമാണോ ദൈവപുത്രനാണോ എന്നുള്ള കാര്യത്തിൽ മത ഉപദേഷ്ടാക്കന്മാർക്കും വിശ്വാസികൾക്കും ഇന്നും സംശയം മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കാരണം ആത്മീയ വിഷയമായി സമ്പന്നത ഇല്ലെന്നുള്ളതാണ്, ദാരിദ്ര്യമാണ്. വിശുദ്ധ വേദപുസ്തകം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ് പഠിപ്പിക്കുന്നത്. പിതാവായ ദൈവം സർവത്തിൻ്റെയും സൃഷ്ടാവാണെന്നാണ് വേദപുസ്തകം. ഈ അറിവും ഒരു വലിയ സമ്പന്നതയാണ്. അപ്പോൾ ദൈവിക വിഷയമായി സമ്പന്നനാകുക എന്ന് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഈ ധനവാൻ വളരണമെന്നുള്ളതാണ്. അതിൻ്റെ അനുഗ്രഹം എന്നുള്ളത് നിത്യജീവനെ സംബന്ധിക്കുന്ന കർത്താവ് ഇവിടെ വന്ന് പറഞ്ഞത്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജനിക്കുന്ന ഓരോ വ്യക്തിയും താൽക്കാലികമായ ജീവൻ മാത്രമേ ഉള്ളൂ. അത് നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ് ഇവിടെ ജനിക്കുന്നത്. അപ്പോൾ ജനിക്കുന്നു, മരിക്കുന്നു. ഈ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. അങ്ങനെ ആ മോചനം ഓരോരുത്തരും ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിനുള്ള വിശ്വാസത്തിൽ ആകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല എന്ന് കർത്താവ് തീർത്തു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആത്മീയ വിഷയങ്ങളിൽ ഈ അറിവുകൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ആത്മീകമായി സമ്പന്നനാകുന്നു എന്നാണ്. ആ സമ്പന്നത നമുക്ക് പുനർജന്മത്തിൽ നിത്യജീവൻ എന്ന മഹാ അനുഗ്രഹം ലഭിക്കാൻ ഇടയായി തീരുമെന്നാണ്. അപ്പൊ അങ്ങനെ ഈ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ ആയുസ്സിൽ തന്നെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത്. ഇപ്പോൾ ഭൗതിക ജീവിതത്തിലെ വിജയം വരിക്കുന്നതിനോ അതിന് ചേർന്ന് തന്നെ ഈ ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആ വിജയത്തിന് വേണ്ടിയും പരിശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയാൽ അപ്പം തിന്നുവാൻ കുറെ ആളുകൾ ഓടിക്കൂടുക പതിവായിരുന്നു. കർത്താവ് എവിടെ പോയാലും അവര് കർത്താവിനെ അനുഗമിക്കും. അപ്പം തിന്നുക, മീൻ തിന്നുക എന്നുള്ള ലക്ഷ്യം. അവരോട് കർത്താവ് പറയുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. നമ്മൾ ജോലിക്ക് പോകുന്നു, കൂലി കിട്ടുന്നു, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഉപജീവന മാർഗങ്ങൾ സമ്പാദിക്കുന്നു. ഈ കഠിന പ്രയത്നം ദിവസം പ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കണം. അതിനു വേണ്ടുന്ന പ്രവൃത്തി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ജീവിക്കുക എന്നുള്ളതാണ്. അതൊരു പ്രവൃത്തിയാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയെന്നാണ്. അപ്പം അതുപോലെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെന്നാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ജീവനെന്ന ആ വലിയ ആഹാരം അത് ഞാൻ നിങ്ങൾക്ക് നൽകും എന്നാണ്. ഇത് ഈ ആയുസ്സിലല്ല ഈ പ്രതിഫലം, അത് യേശുവിൻ്റെ 2-ാം വരവിലാണ് ഈ ജീവനെന്ന മഹാപ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ ഈ ആയുസ്സിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് മരിക്കുന്നവർ
അവർ പുനരുത്ഥാനം വഴി ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന, അങ്ങനെ മടങ്ങി വരുന്നവർക്ക് പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ നിത്യകാലം ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സമൃദ്ധമായ ജീവൻ ആദാമിന് ഏദനിൽ കിട്ടിയത് സമൃദ്ധമായ ജീവനല്ല. അത് അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവനായിരുന്നു. ഭാവിയിൽ അങ്ങനെയല്ല. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും നിത്യകാലം ജീവിക്കാനുള്ള നിത്യജീവനാണ് നൽകപ്പെടുന്നത്. അപ്പം ഇത് വിശ്വാസത്താൽ ഉറപ്പും പ്രത്യാശയും പ്രാപിച്ച് ഈ ആയുസ്സിൽ മരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായി ജീവിത വിജയം കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ മുദ്ര. ഇപ്പോൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മുദ്രയിട്ടിരിക്കുന്നു. അങ്ങനെ പറയാനുള്ള കാരണം, യേശുക്രിസ്തു വഴിക്കാണ് മുഴുവൻ മനുഷ്യലോകത്തിനും നിത്യജീവൻ ലഭിക്കുന്നത്. യേശുവിൻ്റെ ബലിമരണത്തിലുള്ള വിശ്വാസമാണ് അതിന് അടിസ്ഥാനമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.